കതിരും കായലും പോലെ പ്രസന്നമായ ഭാവവും കർത്തവ്യബോധവും സത്യാന്വേഷണ ത്വരയുമുള്ള തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 ഒരു സവിശേഷ വർഷമായിരിക്കും. പരിശ്രമങ്ങൾക്ക് ഉത്തമമായ പ്രതിഫലം ലഭിക്കുന്നതും ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ഗുണപരമായ മാറ്റങ്ങൾ വരുന്നതുമായ ഒരു കാലഘട്ടമാണിത്. ഈ വർഷം നിങ്ങളുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കാനും നിലവിലെ സാഹചര്യങ്ങളിൽ നിന്ന് ഒരുപടി മുന്നോട്ട് പോകാനും അവസരങ്ങൾ ലഭിക്കും. പൊതുവെ സമാധാനവും സംതൃപ്തിയും നിറഞ്ഞ ഒരു വർഷമായിരിക്കും തിരുവോണം നക്ഷത്രക്കാർക്ക് 2026. കർമ്മമേഖലയിൽ ഉണ്ടാകുന്ന ഉന്നതി, കുടുംബത്തിലെ ഊഷ്മളത, സാമ്പത്തിക ഭദ്രത, ആത്മീയമായ ഉണർവെന്നിവ ഈ വർഷത്തിന്റെ പ്രധാന സവിശേഷതകളായിരിക്കും. തിരുവോണം നക്ഷത്രത്തിന്റെ അധിപൻ ചന്ദ്രനാണ്. ഇത് വൈകാരികമായ സന്തുലിതാവസ്ഥയും മാനസികമായ ശക്തിയും നൽകുന്നു. മകരം രാശിയുടെ കീഴിൽ വരുന്ന തിരുവോണം നക്ഷത്രക്കാർക്ക് 2026 ശനിയുടെയും മറ്റ് ഗ്രഹങ്ങളുടെയും അനുകൂലമായ സ്ഥാനങ്ങൾ കാരണം ജീവിതത്തിൽ ഒരു പുതിയ ഉണർവ് അനുഭവപ്പെടും. ഈ വർഷം നിങ്ങളുടെ ഉള്ളിലെ കഴിവുകൾ തിരിച്ചറിയാനും അവ പ്രകടിപ്പിക്കാനും അവസരങ്ങൾ ലഭിക്കും. കൂടാതെ സാമൂഹികവും വ്യക്തിപരവുമായ തലങ്ങളിൽ നിങ്ങളുടെ സ്ഥാനം മെച്ചപ്പെടും. തിരുവോണം നക്ഷത്രക്കാർക്ക് 2026 സാമ്പത്തികമായും തൊഴിൽപരമായും വളരെ അനുകൂലമായ ഒരു വർഷമായിരിക്കും. കഠിനാധ്വാനത്തിന് അർഹിക്കുന്ന അംഗീകാരവും സാമ്പത്തികമായ സ്ഥിരതയും ഈ വർഷം പ്രതീക്ഷിക്കാം. തൊഴിൽ മേഖലയിൽ അപ്രതീക്ഷിതവും എന്നാൽ അതിയായ സന്തോഷം നൽകുന്നതുമായ നേട്ടങ്ങൾ ഈ വർഷം നിങ്ങളെ തേടിയെത്തും. ദീർഘകാലമായി കാത്തിരുന്ന സ്ഥാനക്കയറ്റം, ശമ്പള വർധനവ് അല്ലെങ്കിൽ മികച്ച അവസരങ്ങളുള്ള പുതിയ ജോലി എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. നിങ്ങളുടെ കഴിവുകൾക്കും അർപ്പണബോധത്തിനും ഈ വർഷം ഉചിതമായ പ്രതിഫലം ലഭിക്കും. ചിലർക്ക് ഉന്നത പദവികളിൽ എത്താനും നേതൃത്വപരമായ റോളുകൾ ഏറ്റെടുക്കാനും സാധിക്കും. സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്ക് ഈ വർഷം പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കും. പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനും അവ വിജയകരമായി പൂർത്തിയാക്കാനും കഴിയും. വിപണിയിലെ പുതിയ ട്രെൻഡുകൾ തിരിച്ചറിഞ്ഞ് ബിസിനസ് വികസിപ്പിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും. ലാഭകരമായ നിക്ഷേപങ്ങളും പങ്കാളിത്തങ്ങളും ഈ വർഷം പ്രതീക്ഷിക്കാം. ബിസിനസ്സിൽ വിപുലീകരണത്തിനുള്ള സാധ്യതകളും കാണുന്നു. സാമ്പത്തികമായ കാര്യങ്ങളിൽ ഈ വർഷം മികച്ച സ്ഥിരതയും വളർച്ചയും ഉണ്ടാകും. വരുമാനത്തിൽ ഗണ്യമായ വർധനവ് പ്രതീക്ഷിക്കാം. മുൻപത്തെ സാമ്പത്തിക ക്ലേശങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കും. പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താനും അതുവഴി സമ്പാദ്യം വർദ്ധിപ്പിക്കാനും സാധിക്കും. ഓഹരികൾ, റിയൽ എസ്റ്റേറ്റ്, സ്വർണം തുടങ്ങിയ നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ച ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക വിദഗ്ധരുടെ ഉപദേശം തേടി ചിട്ടയായ നിക്ഷേപങ്ങൾ നടത്തുന്നത് അഭികാമ്യം. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഇതൊരു നല്ല സമയമാണ്. നിലവിലുള്ള കടബാധ്യതകൾ കുറയ്ക്കാനോ പൂർണ്ണമായി വീട്ടാനോ സാധിക്കും. സാമ്പത്തികപരമായ ആസൂത്രണത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും കടങ്ങളിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും. ഭാഗ്യത്തിന്റെ പിന്തുണയോടെ അപ്രതീക്ഷിതമായ ധനലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട്. പൂർവിക സ്വത്ത് ലഭിക്കാനോ ലോട്ടറി പോലുള്ള ഭാഗ്യപരീക്ഷണങ്ങളിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കാനോ സാധ്യതയുണ്ട്. പുതിയ വീട്, വാഹനം, ഭൂമി തുടങ്ങിയ സ്വത്തുക്കൾ വാങ്ങാൻ ഈ വർഷം സാധ്യതയുണ്ട്. ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഇതൊരു നല്ല സമയമാണ്. വീട് മോടി പിടിപ്പിക്കാനും ഗൃഹപ്രവേശം നടത്താനും സാധിക്കും. കുടുംബ ബന്ധങ്ങളിലും വ്യക്തിപരമായ ജീവിതത്തിലും 2026 തിരുവോണം നക്ഷത്രക്കാർക്ക് സന്തോഷവും ഐക്യവും നൽകും. ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും സ്നേഹവും ഐക്യവും നിലനിൽക്കും. പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സന്തോഷത്തോടെ മുന്നോട്ട് പോകാനും സാധിക്കും. പരസ്പരം കൂടുതൽ മനസ്സിലാക്കാനും പിന്തുണ നൽകാനും ഈ വർഷം സാധിക്കും. അവിവാഹിതരായ തിരുവോണം നക്ഷത്രക്കാർക്ക് 2026 വിവാഹത്തിന് വളരെ അനുകൂലമായ വർഷമാണ്. അനുയോജ്യരായ ജീവിത പങ്കാളികളെ കണ്ടെത്താനും വിവാഹിതരാകാനും സാധ്യതയുണ്ട്. മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും അനുഗ്രഹത്തോടെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താന ഭാഗ്യത്തിന് സാധ്യതയുണ്ട്. കുട്ടികളുള്ളവർക്ക് അവരുടെ പഠനത്തിലോ മറ്റു കഴിവുകളിലോ മികച്ച പുരോഗതി കണ്ട് സന്തോഷിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും അവസരമുണ്ടാകും. കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. അഭിപ്രായ വ്യത്യാസങ്ങൾ കുറയുകയും പരസ്പര സ്നേഹവും വിശ്വാസവും വർദ്ധിക്കുകയും ചെയ്യും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ, ആഘോഷങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. കുടുംബത്തിലേക്ക് പുതിയ അംഗങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. ഇത് കുടുംബത്തിൽ പുതിയ സന്തോഷവും ഐശ്വര്യവും കൊണ്ടുവരും. പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും നിലവിലുള്ള സൗഹൃദങ്ങൾ ശക്തിപ്പെടുത്താനും സാധിക്കും. സാമൂഹിക പരിപാടികളിൽ സജീവമായി പങ്കെടുക്കും. സമൂഹത്തിൽ നിങ്ങളുടെ സ്വീകാര്യത വർദ്ധിക്കും. 2026 തിരുവോണം നക്ഷത്രക്കാർക്ക് ആത്മീയമായ വളർച്ചയ്ക്കും പുതിയ അനുഭവങ്ങൾ നേടുന്നതിനും അവസരം നൽകും. ഈ വർഷം ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമുണ്ടാകും. ധ്യാനം, യോഗ, പ്രാർത്ഥന, പുണ്യഗ്രന്ഥ പഠനം എന്നിവയിലൂടെ ആന്തരിക സമാധാനവും ആത്മീയ വളർച്ചയും നേടാൻ സാധിക്കും. ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും അവ പിന്തുടരാനും ഇത് നിങ്ങളെ പ്രേരിപ്പിക്കും. ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിക്കാനും സമൂഹത്തിനു വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാനുമുള്ള പ്രചോദനം ലഭിക്കും. മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും തീർത്ഥാടനങ്ങൾ നടത്താനും ഈ വർഷം അവസരം ലഭിക്കും. ഇത് മാനസികമായ ഉന്മേഷവും ആത്മീയമായ സംതൃപ്തിയും നൽകും. തത്വശാസ്ത്രപരമായ പുസ്തകങ്ങൾ വായിക്കാനും പുതിയ അറിവുകൾ നേടാനും ഈ വർഷം അവസരം ലഭിക്കും. ജീവിതത്തെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും.
ദൂരയാത്രകൾക്കും വിദേശ യാത്രകൾക്കും സാധ്യതയുണ്ട്. തൊഴിൽപരമായ ആവശ്യങ്ങൾക്കോ വിനോദത്തിനോ വേണ്ടിയുള്ള യാത്രകൾ ഗുണകരമായിരിക്കും. പുതിയ സംസ്കാരങ്ങളെക്കുറിച്ച് പഠിക്കാനും പുതിയ ആളുകളെ കണ്ടുമുട്ടാനും ഈ യാത്രകൾ സഹായിക്കും. ഇത് നിങ്ങളുടെ ലോകബോധം വർദ്ധിപ്പിക്കും. തിരുവോണം നക്ഷത്രക്കാർക്ക് 2026 ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിൽ നല്ല പുരോഗതി നൽകും. പൊതുവെ ആരോഗ്യം മെച്ചപ്പെടും. ദീർഘകാലമായി അലട്ടിയിരുന്ന ചെറിയ അസുഖങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും. ആരോഗ്യ സംരക്ഷണത്തിന് ഈ വർഷം പ്രാധാന്യം നൽകും. മാനസികമായി കൂടുതൽ സമാധാനവും സന്തോഷവും അനുഭവപ്പെടും. ടെൻഷനും ഉത്കണ്ഠയും കുറയും. ജീവിതത്തിലെ വെല്ലുവിളികളെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ നേരിടാൻ സാധിക്കും. ചിന്തകളിൽ പോസിറ്റിവിറ്റി നിലനിർത്താൻ കഴിയും. ശരീരത്തിൽ ഊർജ്ജസ്വലതയും ചുറുചുറുക്കും വർദ്ധിക്കും. പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രചോദനം ലഭിക്കും. വ്യായാമങ്ങൾ മുടങ്ങാതെ ചെയ്യാനും ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ വളർത്താനും സാധിക്കും. ആരോഗ്യകരമായ പുതിയ ജീവിതശൈലി സ്വീകരിക്കാൻ ഇത് നല്ല സമയമാണ്. പ്രകൃതി ചികിത്സയോ മറ്റു ബദൽ ചികിത്സാ രീതികളോ പരീക്ഷിക്കാൻ താല്പര്യം തോന്നാം. ജീവിതത്തോട് ഒരു ശുഭാപ്തി വിശ്വാസം പുലർത്താൻ കഴിയും. ഇത് ഏത് പ്രതിസന്ധിയിലും പ്രതീക്ഷ നിലനിർത്താൻ സഹായിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച വിജയം നേടാൻ സാധിക്കും. ഉയർന്ന മാർക്ക് നേടാനും മത്സര പരീക്ഷകളിൽ തിളങ്ങാനും കഴിയും. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കും. പുതിയ വിഷയങ്ങൾ പഠിക്കാനും അറിവ് നേടാനും ഇതൊരു നല്ല സമയമാണ്. സ്വഭാവത്തിൽ കൂടുതൽ പക്വതയും വിവേകവും ദയയും പ്രകടിപ്പിക്കാൻ സാധിക്കും. മറ്റുള്ളവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും അവരുടെ പ്രശംസ നേടാനും കഴിയും. നേതൃത്വപരമായ കഴിവുകൾ വികസിപ്പിക്കും. പുതിയ കഴിവുകൾ പഠിക്കാനും നിലവിലുള്ള കഴിവുകൾ മെച്ചപ്പെടുത്താനും ഈ വർഷം അവസരം ലഭിക്കും. ഇത് നിങ്ങളുടെ ഹോബികളെ തൊഴിലുമായി ബന്ധിപ്പിക്കാൻ സഹായിച്ചേക്കാം. നിയമപരമായ തർക്കങ്ങളോ കേസുകളോ ഉണ്ടെങ്കിൽ അവ അനുകൂലമായി പരിഹരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. നീതി നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. സാമൂഹിക പ്രതിബദ്ധതയുള്ള കാര്യങ്ങളിൽ സജീവമായി ഇടപെടാനും സമൂഹത്തിന് പ്രയോജനകരമായ കാര്യങ്ങൾ ചെയ്യാനും ഈ വർഷം അവസരം ലഭിക്കും. ഇത് നിങ്ങളുടെ ആത്മാഭിമാനം വർദ്ധിപ്പിക്കും. ഈ വർഷം പൊതുവെ തിരുവോണം നക്ഷത്രക്കാർക്ക് അനുകൂലമാണെങ്കിലും ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് ഗുണഫലങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കും. നല്ല സമയമാണെന്ന് കരുതി അമിത ആത്മവിശ്വാസം കാണിക്കുന്നത് ഒഴിവാക്കുക. ഓരോ കാര്യത്തിലും വിവേകപൂർവ്വം തീരുമാനങ്ങൾ എടുക്കുക. ഭാഗ്യം കൂടെയുണ്ടെങ്കിലും കഠിനാധ്വാനവും ചിട്ടയായ പരിശ്രമവും തുടരുക. അലസത ഒഴിവാക്കുക. സാമ്പത്തികമായ കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുക. അനാവശ്യമായ ധൂർത്ത് ഒഴിവാക്കുക. ബജറ്റ് തയ്യാറാക്കി മുന്നോട്ട് പോവുക. വ്യക്തിബന്ധങ്ങളിൽ സത്യസന്ധതയും സുതാര്യതയും പാലിക്കുക. തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ തുറന്ന സംസാരം അത്യാവശ്യമാണ്. ലഭിക്കുന്ന സൗഭാഗ്യങ്ങളിൽ നിന്ന് ഒരു ഭാഗം മറ്റുള്ളവർക്ക് നൽകാമെന്നും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ആദരിക്കണമെന്നും ഓർക്കുക. തിരുവോണം നക്ഷത്രക്കാർക്ക് 2026 ഭാഗ്യാനുഭവങ്ങളുടെയും പുരോഗതിയുടെയും വർഷമായിരിക്കും. കർമ്മരംഗത്ത് ഉന്നതി, സാമ്പത്തിക ഭദ്രത, ദാമ്പത്യ സൗഖ്യം, ആത്മീയമായ ഉണർവെന്നിവ ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഈ അനുകൂലമായ ഗ്രഹസ്ഥിതിയെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സബലീകരിക്കാനും ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ശുഭാപ്തി വിശ്വാസത്തോടും കഠിനാധ്വാനത്തോടും കൂടി മുന്നോട്ട് പോവുക. 2026 നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സുവർണ അധ്യായമായി മാറും.